സംസ്ഥാനത്ത് 5 ദിവസത്തിനുള്ളിൽ കാലവർഷം ഇങ്ങെത്തും. പക്ഷെ അതിനു മുന്നേ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ ലഭിച്ചത്. പലയിടത്തും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. ഈ ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ശക്തമായ മഴ ഇടവിട്ടോ തുടർച്ചയായോ ഒക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ടാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കോഴിക്കോട്, വയനാട് ജില്ലയും പിന്നെ കൊല്ലം, തിരുവനന്തപുരം ഈ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മറ്റു ജില്ലകളിലൊന്നും നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴ ശക്തമായി തന്നെ വടക്കൻ ജില്ലകളിലൊക്കെ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണെങ്കിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരദേശത്ത് താമസിക്കുന്നവർ, അതുപോലെ തന്നെ മലയോര മേഖലയിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മഴ മുന്നറിയിപ്പ് കൃത്യമായി തന്നെ പാലിക്കണം എന്നതാണ്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ ചക്രവാത ചുഴിയുടെ ഭാഗമായി തന്നെ കർണാടകത്തിൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 5 ദിവസത്തിനുള്ളിൽ കാലവർഷം ഇങ്ങെത്തും. അതിനു മുന്നേ തന്നെ മഴ ഇതുപോലെ ശക്തി പ്രാപിച്ച ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുക, മഴ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക.